ഈ ചാപ്റ്ററിൽ ട്യൂട്ടോറിയൽ അല്ല, ഞാൻ ബഹ്റൈനിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പോർഷൻ മാത്രം, അതായത് ഒരു വില്ലയുടെ ഡീറ്റെയിൽ ഡ്രോയിങ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമുക്ക് ഇത്ര സിമ്പിൾ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഒരു ട്രയൽ തരുന്നത്. സപ്പോസ് അവിടെ ഒരു 10 വില്ല ഉണ്ടായിരുന്നു, അതിൽ 9th വില്ലയുടെ ഡീറ്റെയിൽ ഡ്രോയിങ്സാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അതിൽ തന്നെ ആർക്കിടെക്ചറിലുണ്ട്, സ്ട്രക്ചറിലുണ്ട്. ആർക്കിടെക്ചറിൽ ഓപ്പൺ ചെയ്തു, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്തു. ഇത് കുറച്ച് റെഫറൻസ് ഉണ്ട്, അതാണ് ഓപ്പൺ ആകാൻ ഇത്ര ഡിലേ. അതായത് എക്സ്റഫ് എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എക്സ്റഫ്, ബ്ലോക്സ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ആവുന്നവരെ കാത്തിരിക്കാം. ഞാൻ ഡ്രോയിങ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് അതിൻ്റെ ലേഔട്ടിലാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കംപ്ലീറ്റ് ലേഔട്ടിലായിരിക്കും. ഡ്രാഫ്റ്റിംഗ് ഫുള്ള് മോഡലിലായിരിക്കും. ഞാൻ മോഡലിൽ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ ഡ്രോയിങ്സ്, അതിൻ്റെ പ്ലാൻ. ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഫുള്ള് ഒരു ലൈനിൻ്റെ പുറത്തുകൂടെ മറ്റൊരു ലൈൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഓവർലാപ്പ് ചെയ്ത് കാണാം. പക്ഷേ ഞാനിതിൽ ലേഔട്ടിൽ വരുമ്പോൾ എനിക്കങ്ങനെ കാണാൻ കഴിയുന്നതല്ല. അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ ഡീറ്റെയിൽ വരുമ്പോഴത്തേക്ക് ഡയമെൻഷൻ ഒന്നും കാണുന്നില്ല. ഫുള്ള് അകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതാണ് ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനാണ്. ഡയമെൻഷൻ മാത്രം എടുക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ വരും. ഈ ഒരു ഡീറ്റെയിൽ നോക്കാം. ഈ യെല്ലോ കളർ കാണുന്നത് നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് വരും. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ പിന്നീട് പറയാം. മോഡലിലാണ് നമ്മൾ ഇതെല്ലാം വരയ്ക്കുന്നത്. ഒരു സാമ്പിൾ, ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അടുത്ത ഡ്രോയിങ് ഞാൻ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫ്ലോർ. ആ എക്സ്റഫ് റെഫറൻസ് ഡ്രോയിങ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര ഡിലേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ആവും. ഇതിൻ്റെ ലേഔട്ടിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഫ്ലോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെതാണ്. നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ സപ്പോസ് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ടേബിൾ അല്ലെങ്കിൽ ബാത്ത് ടബ്, ടോയ്ലറ്റ് നമുക്ക് കാണാൻ കഴിയുന്നു. ഡോറ്, സൈഡ് ടേബിൾ, ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ഡയമെൻഷൻ എടുത്തതിൻ്റെ അവിടെ നമുക്ക് ഓരോ ഫ്ലോറിൻ്റെ ഓരോ റൂമിൻ്റെ ഡയമെൻഷൻ, ബെഡ്റൂമും മാസ്റ്റർ ബെഡിൻ്റെ എല്ലാ ഡയമെൻഷനും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഞാൻ മോഡലിൽ പോയി നമ്മളിവിടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം മിക്സായിട്ട് കാണുന്നതാണ്. ഒന്നിൻ്റെ പുറത്ത് കൂടെ ഓവർലാപ്പായിട്ട് കിടക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഡയമെൻഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഫർണിച്ചറിൽ വരുമ്പോൾ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വരയ്ക്കുമ്പോൾ മോഡലിലായിരിക്കും, നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ലേഔട്ടിലായിരിക്കും ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫ്രണ്ട് ആൻഡ് റിയർ എലിവേഷൻ ഓപ്പൺ ചെയ്തു. ഇത് 2008-9 കാലഘട്ടങ്ങൾ വരച്ചിട്ടുള്ള ഡ്രോയിങ്സാണ്. ഇത് നമ്മളതിൻ്റെ എലിവേഷനാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വരുമ്പോൾ ലേഔട്ടിൽ വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൻ്റെ എലിവേഷനാണ് ഫ്രണ്ട് എലിവേഷൻ. ഇത് റിയർ എലിവേഷൻ. ഇങ്ങനെ നമ്മളതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം, എത്ര ഹൈറ്റിലാണ് വിൻഡോസ് ഉള്ളത്, എത്ര ഹൈറ്റിൽ ഡോറ്, സ്റ്റെപ്പ്, ബേസ്മെൻറ്റ്, നമുക്കിങ്ങനെ
അതിലേത് മെറ്റീരിയലാണ് നമ്മൾ വിൻഡോയ്ക്ക് ചൂസ് ചെയ്തേക്കുന്നത്, കനോപ്പി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ട്. ഇത് എലിവേഷനിൽ വരുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയിലാണ്, ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ അവിടുത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, ബഹ്റൈനിലെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു പോർഷൻ്റെ വില്ല 9ൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അടുത്ത ഡ്രോയിങ് നമുക്ക് അതിൻ്റെ സെക്ഷനിലോട്ട് പോകാം. സെക്ഷൻ അതുപോലെ തന്നെ നമുക്കൊരു ഡോർ ഷെഡ്യൂളുണ്ട്, വിൻഡോ ഷെഡ്യൂൾസ് ഉണ്ട്, കനോപ്പി ഡീറ്റെയിൽസ്, റൂഫ്, കോൺക്രീറ്റ് പെഡസ്റ്റൽ, അങ്ങനെ നമുക്ക് പല ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഡ്രോയിങ്ങിലോട്ട് പോകാം. ഇപ്പോൾ അതിൻ്റെ സെക്ഷൻ ഡ്രോയിങ്സ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആൻഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ കളർ മാറ്റാം, നമുക്ക് ബ്ലാക്ക്, നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മോഡലിൽ പോയിട്ടുണ്ട്. മോഡലിൽ പോയിട്ട് നമ്മൾ സെക്ഷൻ ബി എടുക്കുമ്പോൾ കാണാൻ കഴിയും നമ്മൾ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽ സെക്ഷൻ. നമുക്കിങ്ങനെ ഏത് ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോയിരിക്കുന്നത് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റെയറിലൂടെയാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത്, അതാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽ. ഇത് നമുക്ക് ബേസ്മെൻറ്റ്, നമ്മൾ സ്റ്റെയർ കയറി വരുന്നു, സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് മെയിൻ എൻട്രൻസിൽ നിന്ന്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ടോപ്പ് വരെയുള്ള നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് സ്ലാബിൻ്റെ തിക്നെസ് ഉണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റിൻ്റെയാണ്, അത് സങ്കൻ സ്ലാബായിരിക്കും, അതുകൊണ്ടാണ് 150 വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ 300ൻ്റെ സ്ലാബാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനല്ല, നമ്മുടെ കമ്പനി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സെക്ഷൻ ഡീറ്റെയിൽസ്. ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിൻഡോ ഷെഡ്യൂൾ, പാരപ്പറ്റ്, വാൾ ഡീറ്റെയിൽസ്. ടോപ്പിലുള്ള നമ്മുടെ റൂഫിൻ്റെ അവിടെയുള്ള പാരപ്പറ്റിൻ്റെ ഡീറ്റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ബീം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഈ ബീമിൻ്റെ പാരപ്പറ്റിൻ്റെ ആ ഡീറ്റെയിലാണ് കൊടുത്തേക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് Y10, അതിൻ്റെ ഡയ 10 അറ്റ് 200 സെൻറ്റർ ടു സെൻറ്ററാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് 4Y12, അതായത് 4 റീബാർ, 4 കമ്പി കൊടുത്തിട്ടുണ്ട്. 12 ഡയയുടേത്. പിന്നെ അങ്ങനെ ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെന്തിനാണെന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ സ്ലാബാണ്, സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ പാരപ്പറ്റ് നമ്മൾ വരച്ചേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇത് ഡിസ്പ്ലേയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പാരപ്പറ്റ് ഡീറ്റെയിൽസ് എബോ സ്റ്റെയർ റൂം, ഇത് പാരപ്പറ്റ് ഡീറ്റെയിൽസ് ഇൻ റൂഫ് സ്ലാബ്. ഇത് നമുക്ക് നോക്കാൻ സാധിക്കും 1:15, അതായത് ഈ സ്കെയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 1:15ലാണ്. ഇതൊരു സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിൽ ഹാച്ചൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഫുള്ള് കോൺക്രീറ്റിൻ്റെതും ബ്രിക്കിൻ്റെതും ഒക്കെ സ്ലാബിൻ്റെതും ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പറയാവുന്നതാണ്.